നിങ്ങളെ ഉദ്ദേശം എന്താണെന്ന് നിശ്ചയിക്കുക? ഇപ്പം നിങ്ങളെ ആഗ്രഹം എന്താ? ദേവി ജനങ്ങളിൽ നിന്നുള്ള സഹായം തേടുന്നത് എന്താണ്? പ്രധാനമായിട്ടും ഈ മതിലൊക്കെ അതെ അതെ ഏത് നിമിഷവും ഇടിഞ്ഞു നിൽക്കുന്നതാണ്. അപ്പോൾ ഈ മതില് ഒന്ന് കെട്ടിത്തരണം അല്ലേ? അതിന് ഏതെങ്കിലും നല്ല മക്കൾ, അമ്മേനെ വിശ്വസിക്കും സ്നേഹിക്കുന്ന മക്കളുണ്ടെങ്കിൽ ഈ വീഡിയോ കാണുന്ന കൂട്ടുണ്ടെങ്കിൽ ക്ഷേത്രമായിട്ട് ബന്ധപ്പെട്ടാൽ മതി അല്ലേ? അതെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ദേവസ്വം ബോർഡിൽ നിന്ന് പൈസ ഒന്ന് ശരിയായിട്ടുണ്ട്. പിന്നെ അതുപോലെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് മാത്രം പോരല്ലോ, അത് മാത്രം പോരാ, ചെറിയൊരു പൈസയാണ്, അതുകൊണ്ട് മാത്രം ആവില്ല. അപ്പോൾ നിങ്ങളും കൂടി ഒന്ന് കൈകോർത്ത് പിടിച്ചു കഴിഞ്ഞാൽ എല്ലാം അത് ശരിയായി വരട്ടെ, അത് പണി തുടങ്ങിട്ട് അന്നേരം ആ സമയത്ത് നിങ്ങൾ ഇറങ്ങിയാൽ മതി അല്ലേ? അത് അന്നേരം ക്ഷേത്രഭാരവാഹികൾ ഒന്നെങ്കിൽ ചിലപ്പോൾ നമ്മളെ വിളിക്കുമായിരിക്കും, പണി തുടങ്ങുന്ന സമയത്ത് ഒന്ന് വിളിച്ചാൽ മതി, നമ്മൾ എവിടെയായാലും എത്തിക്കോളും. ഇത് ചെയ്യേണ്ടിക്കില്ലേ? അപ്പോൾ നമുക്ക് ചെയ്ത് ജനങ്ങളിലേക്ക് നിങ്ങൾക്ക് ഇനിയിപ്പം ചെയ്യാം എന്ന് പറഞ്ഞ് നമുക്ക് കൊടുക്കാം. ഇനി അല്ല എങ്കിൽ ഞാൻ ഇവിടുത്തെ ക്ഷേത്രത്തിൻ്റെ ഗൂഗിൾ ഇതിൽ ഉൾപ്പെടുത്താം, ഗൂഗിൾ പേ ഉണ്ടാവുമല്ലോ, അത് ഇതിൽ ഉൾപ്പെടുത്താം. അപ്പം ക്ഷേത്രത്തിലെ വഴിപാടായിക്കോട്ടെ, ഇനി എന്തും ആയിക്കോട്ടെ. അപ്പോൾ നിത്യപൂജ പോലും വളരെ വിഷമത്തിലാണ്. പക്ഷേ വെച്ചാൽ എന്നാലും നിങ്ങളെ സഹായം ഉണ്ടെങ്കിൽ എല്ലാം ഭംഗിയായിട്ട് നടക്കും അല്ലേ? നമ്മളിത് പിന്നെ 93 വരെ ഇത് അടച്ചിട്ടിട്ടുണ്ട്. അതെ അതെ അതെ. പിന്നീടാണ് വീണ്ടും വീണ്ടും ഓപ്പണായി തുറന്നത് അല്ലേ? ദേശവാസികളും കൂടി ചേർന്നിട്ട് ചെയ്യുന്നല്ലേ ഇത് അല്ലേ? മലബാർ ദേവസ്വം ബോർഡ് മാത്രമല്ല, അതെ, നാട്ടുകാരും കൂടി ചേർന്നിട്ട് ചെയ്യുന്നത് അല്ലേ? എന്തായാലും അശോകേട്ടൻ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞതിന് സന്തോഷം. ഒരിക്കൽ കൂടി പേര് പറഞ്ഞോളൂ നിങ്ങൾ തന്നെ. എൻ്റെ പേര് അശോകൻ. അശോകൻ, ഇത് എന്താ ചെയ്യുന്ന ജോലി? ഞാൻ ഇപ്പം അങ്ങനെ കാര്യമായിട്ട് പണിയൊന്നുമില്ല. ഞാൻ ഇവിടെ ഒരു എക്സ്പോർട്ടിംഗ് കമ്പനിയിൽ വർക്ക് ചെയ്യുന്നു, ടെക്സ്റ്റൈലിന്റെ. അപ്പോൾ കമ്പനി സ്റ്റോപ്പ് ചെയ്തതിന് ശേഷം സ്റ്റോപ്പായി അല്ലേ? അപ്പോൾ അമ്പലവാസിയായിട്ട് ഇതെല്ലാം നടക്കുന്നത് അല്ലേ? നല്ല നമസ്കാരം. അപ്പുറം തന്നെ ബ്രഹ്മരക്ഷ സാമീപ്യം കാണുന്നുണ്ടല്ലോ, അത് ബ്രഹ്മരക്ഷസിന്റെ പിന്നെ ഒരു സ്ഥാനമാണ് അത് അല്ലേ? അതെ, ഈ വരശാലയിലത്തോളം രണ്ട് ബ്രഹ്മരക്ഷ രണ്ടുണ്ട് അവിടെ. ഒരു ഭാര്യയും ഭർത്താവും. ആത്മഹത്യ ചെയ്തതോ? ആത്മഹത്യ ചെയ്തതല്ല, മറ്റുള്ളവർ ആരോ കൊള്ളക്കാരുടെ സംഭവിച്ചോ അല്ലേ? കൊന്നാലോ അല്ലേ? അറിയാൻ പറ്റി. അങ്ങനെയാ നമ്മളൊന്നും ഓർമ്മയില്ല. കടിച്ചുകൊണ്ടുവന്ന് ഇതെന്നാ കടിച്ചുകൊണ്ടുവന്ന് നായ്ക്കുട്ടീനെയാ? അന്നാന്ന് കടവാതില്ല സഞ്ചിയാ എന്തോ കടിച്ചുകൊണ്ടുവന്ന് കുരങ്ങനെയാ? കുറുക്കനാത്? അതെ കുറുക്കനാ. അപ്പം നമ്മളെ ഓർമ്മയിലുള്ള നമ്മളെ ഉള്ള സമയത്തൊന്നും നടന്നതല്ല അത്. അപ്പം നമ്മളെ ഓർമ്മയിൽ ഇത് പൂട്ടിയിട്ടില്ലാണ്ടായി. ഇതിൻ്റെ അകത്ത് വിഗ്രഹമൊക്കെ ആരോ കൊണ്ടുപോയി. അപ്പോൾ ഈ പക്ഷേ കുളത്തുനിന്ന് കുറെ സാധനം ഉണ്ടായിരുന്നു, അത് കിട്ടിയില്ല? ഒന്നും കിട്ടിയില്ല. കുളത്തിൽ കുറച്ച് സാധനങ്ങളുണ്ട്. ബ്രഹ്മരക്ഷസിന്റെ സാധനം ഒരു കലണ്ടർ കൊണ്ടിട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ആ കലണ്ടറിലും ഒരു കലണ്ടറിൽ നമ്മൾ വെച്ചിട്ടുണ്ട്, അതൊന്നും കിട്ടിയില്ല അല്ലേ? വിഗ്രഹം പൊരിച്ചു കൊണ്ടുപോയി. പക്ഷെ അല്ലാതെ മൂടിപ്പോയി കിണറുണ്ട്, അതിലേക്കും ചിലപ്പോൾ മൂടിപ്പോയ കിണറുണ്ട്. കാരണം ഈ ഒരു കിണർ മാത്രമല്ല, ക്ഷേത്രത്തിനുള്ളിൽ കിണറുണ്ടോ? ക്ഷേത്രത്തിനുള്ളിൽ മണിക്കിണറുണ്ട് അല്ലേ? ക്ഷേത്രത്തിന്റെ നിവേദ്യത്തിനും അതെ. പുറത്ത് കിണറൊന്നുമില്ല, പുറത്തില്ല. പൈപ്പ് വെള്ളം ഈ പുറത്ത് വരുന്നത്? ഇത് പൈപ്പ് വെള്ളം. ഐതിഹ്യം ഉണ്ടല്ലോ, സാധാരണ ദേവീന്റെ ഒരു കഥ പറയുന്നുണ്ടല്ലോ, അതെങ്ങനെയാണ് സംഭവം? ഉത്സവകാലത്ത് സാധാരണ നമ്മളിപ്പം പറയുന്നതെന്ന് പറഞ്ഞാൽ ഈ ഉത്സവത്തിന് പിന്നെ ഈ ക്ഷേത്രങ്ങൾ നിങ്ങൾക്കിപ്പം പറയാൻ അന്നപൂർണേശ്വരി ക്ഷേത്രം, അന്നപൂർണേശ്വരി ക്ഷേത്രം, അന്നപൂർണേശ്വരി ക്ഷേത്രത്തിലെ ഉത്സവത്തിന് അവിടുത്തെ എതിരേപ്പ് പാപ്പിനിശ്ശേരിയിലെത്തി മഹാദേവനെ ക്ഷേത്രത്തിലേക്ക് മഹാദേവനെ കാണാൻ വേണ്ടി ദേവി അവിടത്തേക്ക് വരും. പുതിയകാവിൽ ഭഗവതി ക്ഷേത്രം അവിടെ പുതിയ പറമ്പ്. അവിടുന്ന് പുതിയകാവിൽ ഭഗവതി ക്ഷേത്രത്തിൽ അവിടുത്തെ ഉത്സവത്തിന് ദേവി പിന്നെ മഹാദേവനെ കാണാൻ വേണ്ടിയിട്ട് കിരാതമൂർത്തി ഭാഗത്തിലുള്ള മഹാദേവനെ കാണാൻ വേണ്ടിയിട്ട് അങ്ങനെ വരും. അക്കളിത്തെത്ത് പിന്നെ പൂരോത്സവത്തിന് കളരിവാതിക്കൽ നിന്ന് കളരിവാതിക്കൽ ഭഗവതി മഹാദേവനെ കാണാൻ വേണ്ടിയിട്ട് മുളോളം ശിവക്ഷേത്രത്തിൽ, നമ്മളൊക്കെ ചിത്രയും ക്ഷേത്രങ്ങൾ മുളോളം ശിവക്ഷേത്രത്തിൽ. അപ്പൊ എല്ലാ സ്ഥലത്തും നമുക്ക് ദേവി മഹാദേവനെ കാണാൻ മഹാദേവന്റെ സന്നിധിയിൽ എത്തുന്നത്. അതെ. പക്ഷെ മറിച്ച് ഇവിടെ വിഷുവൾക്ക് ഉത്സവത്തിന് കിരാതമൂർത്തി അമ്മയെ കാണാൻ അമ്മേന്റെ പേര് അച്ഛമ്മേനെ കാണാൻ വേണ്ടിയിട്ട് അക്കിളിത്തമ്പലത്തിലെ ഭഗവാൻ കിരാതമൂർത്തി ഇവിടെ എത്തും. അതാണ് അതിന്റെ പ്രത്യേകത. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഉള്ളിൽ കഴിച്ച് പിന്നെ വെച്ച് അവിടുന്ന് പിന്നെ പൂജി നിവേദ്യമൊക്കെ കഴിഞ്ഞ് പുറത്ത് വന്ന് ആ കിരാതമൂർത്തിയുടെ തിളമ്പ് വെച്ചൊരു നൃത്തം കഴിഞ്ഞിട്ടാണ് തിരിച്ചു പോവുക അല്ലേ? ഇതൊരു ഞാനിപ്പോൾ കണ്ടെടുത്തോളം മറ്റെവിടെയും കാണാൻ സംഭവം എനിക്ക് എവിടെയും കാണാൻ. ഇപ്പൊ നിങ്ങളത് പിന്നെ ഇങ്ങനൊരു ഐതിഹ്യം അധികം ആർക്കും അറിയില്ല.
കാരണം എല്ലാവരും അറിയുന്നത് വെച്ചാൽ ഭഗവാനെ കാണാൻ ആ ദേവി പോക്ക്. അതെ അതെ പക്ഷേ ഭഗവാൻ നേരിട്ട് ഇങ്ങോട്ട് വരുന്നത് അങ്ങോട്ട് വരുന്ന ഒരു എന്താ പറയുക പ്രത്യേകതയുള്ള സംഭവമല്ലേ അല്ലേ? അപ്പോൾ അത്രക്കും ഇതുണ്ടെന്നല്ലേ അമ്മേൻ്റെ ഇത് പറഞ്ഞത് അല്ലേ? എന്താണ് അതിൻ്റെ അറിയില്ല. അപ്പോൾ ആദിപരാശക്തി തന്നെയാണ് അമ്മ ഇവിടെ ഇരിക്കുന്നത്. എനിക്ക് അനുഭവം അത് തന്നെയാണ് ഉണ്ടായത്. പിന്നീട് എല്ലാവരും കൂടി വിഗ്രഹം ഉണ്ടാക്കി കൊണ്ടുവന്ന് ചെയ്തു എന്നാണ് ഇത് കണ്ടത് എനിക്ക്. പക്ഷേ ആദ്യം ഉണ്ടായത് കരിങ്കല്ല് പോലുള്ള സംഭവത്തിലായിരുന്നു ഉണ്ടായത്. പിന്നെ അവിടെ അതൊക്കെ നശിപ്പിച്ചു, എന്തോ ആക്കി എന്തെല്ലാം ചെയ്താൽ കത്തിച്ച് ക്ഷേത്രമൊക്കെ ഇതാക്കി അല്ലേ? അതൊക്കെ നശിച്ചു. ഇനി ആ വീട് കഴിഞ്ഞ കാര്യം വിട്ട് ഇനി പുതിയ കാര്യത്തിലേക്ക് നമുക്ക് ഇറങ്ങാം. ഇതിപ്പം 32-33 വർഷം 93 മുതൽ നമ്മൾ ഈ പുതിയ കമ്മിറ്റി പുനരുദ്ധാരണം നടത്തി ഇന്ന് നടന്നു പോകുന്നു. ഇപ്പം പിന്നെ പുനഃപ്രതിഷ്ഠയും കലശം ഒക്കെ നടന്നു അല്ലേ? അതൊക്കെ ഈ കമ്മിറ്റിയുടെ നടന്നു അല്ലേ? അടുത്തത് നമുക്ക് ഈ ഒരു മതിൽ കൂടി ആയിക്കഴിഞ്ഞാൽ സന്തോഷം. പിന്നെ ഈ മുറ്റും അത് കഴിഞ്ഞ് മതിൽ കഴിഞ്ഞിട്ട് മുറ്റം ഒന്നും കൂടി ശരിയാക്കാണ്ട് അല്ലേ? പിന്നെ ആ അന്നദാനശാല പിന്നെ നമുക്ക് വിപുലീകരിക്കേണ്ട സ്ഥലമില്ല, പണ്ടേ ഉള്ളതുകൊണ്ട് അതിൽ തന്നെ ആയിക്കോളൂ അല്ലേ? പിന്നെ ഭാവിയിൽ എന്തും അതിൻ്റെ കൈക്കോട്ടും അല്ലേ? ബ്രഹ്മരക്ഷൻ്റെ സ്ഥാനം ഇതാണ് കേട്ടോ. ആ ഇല്ലത്തുള്ള ഇതിൽ 2 ബ്രഹ്മരക്ഷനെ എനിക്ക് ഫീൽ ചെയ്തത്. അതുകൊണ്ടാണ് ഞാൻ പിന്നെ 2 ബ്രഹ്മരക്ഷുണ്ടെന്ന് പറഞ്ഞത്. നിങ്ങൾ കേട്ട് കാണും, ഞാൻ ഇതിൽ നേരത്തെ പറയുന്നുണ്ട്. ഇതിൽ 2 ബ്രഹ്മരക്ഷുണ്ട്. ഇതിൻ്റെ അധികാരിയോട് നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം. ഉള്ളത് കണ്ണൂർ ജില്ലയിൽ പിന്നെ പൊക്കിയാരത്ത് ഭഗവതി ക്ഷേത്രത്തിൽ കേട്ടോ. ഇത് എവിടെയാണെന്ന് വെച്ചാൽ ഞാൻ ഇപ്പോൾ ഉള്ളത് കണ്ണൂർ ജില്ലയിലെ മീങ്കുന്ന് ദേശത്ത് അരേക്കണ്ടിപ്പാറ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഉള്ളത്. അവിടെ പൊക്കിയാരത്ത് അച്ചമ്മ എന്ന് പറഞ്ഞ ക്ഷേത്രമുണ്ട്. അവിടെയാണ് ഇന്നൊരു കേട്ടിട്ടില്ല ആ ഒരു പേരിൽ, അങ്ങനെ ഒരു പേരിൽ ക്ഷേത്രമുണ്ട്. പൊക്കിയാരത്ത് ഭഗവതി എന്നാണ് ക്ഷേത്രത്തിൻ്റെ പേര് കണ്ട. പക്ഷേ ഇവിടുത്തെ ദേശവാസികൾ വിളിക്കുന്നത് അങ്ങനെയാണ്, പൊക്കിയാരത്ത് അച്ചമ്മ. അപ്പം അത് വരാനുള്ള ഒരു ഐതിഹ്യം ചരിത്രം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ക്ഷേത്രക്കാരോട് ചോദിച്ച് തന്നെ മനസ്സിലാക്കാം. പിന്നെ ഞാൻ ഇവിടെ ഒത്തിരി പേര് നമ്മോട് കഴിഞ്ഞ പ്രാവശ്യം അക്കിളിത്തമ്പലത്തിൽ പോയപ്പോഴും പിന്നെ ഇവിടെ കിരാതമൂർത്തി ക്ഷേത്രത്തിൽ പോയപ്പോൾ നമുക്ക് ഒത്തിരി പേര് നമ്മോട് പിന്നെ പറഞ്ഞായിരുന്നു, നിങ്ങൾ ഇങ്ങനെ ക്ഷേത്രമുണ്ട്, നിങ്ങൾ പോയി കാണേണ്ടെന്ന്. ഏകദേശം കാലപ്പഴക്കം അറിയില്ല പറഞ്ഞു. അപ്പം നമ്മളിവിടെ വാതിക്കൽ വന്ന് നിൽക്കുമ്പോൾ നമുക്കിപ്പം തോന്നുന്നത് വെച്ചാൽ ഏകദേശം ഒരു 2000 വർഷത്തിന് മേലെ കാലപ്പഴക്കമുള്ള ഒരു ഫീലാണ് നമുക്കിവിടെ അനുഭവപ്പെടുന്നത്. അപ്പോൾ പണ്ട് കാലത്ത് നമുക്കിവിടെ ഭഗവതി കാണിച്ചു തന്ന ഇപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഇടിഞ്ഞു പൊളിഞ്ഞു പോകാത്ത ഒരു ക്ഷേത്രം, അതൊരു ഓല കൊണ്ട് മെഴഞ്ഞിട്ടുള്ള ക്ഷേത്രം. പക്ഷെ അതിലെന്ന് വെച്ചാൽ രാജ്ഞിയെ പോലെ വാണിരുന്ന അമ്മ. അപ്പം പിന്നെ അതിൻ്റെ അമ്മേൻ്റെ ഒത്തിരി സാധനങ്ങൾ പിന്നീട് നശിക്കപ്പെട്ടു, പിന്നെ കൊള്ളയടിച്ചു, അങ്ങനെയെല്ലാം പിന്നെ കുഴിച്ചിട്ടു, അങ്ങനെയെല്ലാം എന്തെല്ലോ നമുക്കിവിടെ തോന്നി. പിന്നെ ഇത് തറവാടിൻ്റെ കീഴിലാണ് വരുന്നത്, ഒരു ഇല്ലത്തിൻ്റെ കീഴിലാണ് വരുന്നത്. ഒക്കെ നമുക്ക് എനിക്ക് തോന്നിയുള്ള കാര്യങ്ങളാണ്. ബാക്കിയൊക്കെ ഇതിൻ്റെ വിശദ വിവരങ്ങൾ ക്ഷേത്രക്കാരോട് നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം. നല്ല നമസ്കാരം.